ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരഞ്ഞ് തളർന്ന് ദേവി വീട്ടിലെത്തിയിട്ടുണ്ട്. ഉദയഭാനു മോളോട് പറയാണ്, ഇതൊന്നും കണ്ട് നീ തളർന്നു പോകല്ലേ മോളെ, പക്ഷേ ഒക്കെ ശരിയാവും, ഒന്നും അവസാനിച്ചതൊന്നും നീ വിചാരിക്കണ്ട. അച്ഛാ, എന്താ അച്ഛൻ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ദേവമംഗലത്ത് നിന്ന് പുറത്തായി എന്നാണ് നീ വിചാരിക്കുന്നത്. അങ്ങനെ നീ ചിന്തിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ എന്താ ചിന്തിക്കേണ്ടത് അച്ഛാ? അച്ഛൻ എനിക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നേ. മോളെ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പണ്ട് നമ്മൾ ആ തെരുവിൽ താമസിച്ചിരുന്നത്, ഒരു ചെറിയ വീട്ടിൽ. ആ വീട്ടിൽ നിന്ന് നിന്നെ ദേവമംഗലം വരെ എത്തിച്ചത് ആരാണ്? ഈ അച്ഛനല്ലേ? അച്ഛൻ്റെ ബുദ്ധിയല്ലേ? ആ ബുദ്ധിക്ക് ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. നിന്നെ അടിച്ചിറക്കിയ ദേവമംഗലത്തുകാർ തന്നെ നിന്നെ തിരിച്ച് വിളിക്കും. അതിനുള്ള പണിയെല്ലാം ഞാൻ ഒപ്പിച്ച് വച്ചിട്ടുണ്ട്. നീ കണ്ടോ? ഉടനെ ശ്രീകലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരാട്ടോ. ശ്രീകല പറയാണ്, അയ്യടാ, അച്ഛൻ്റെ ഒരു ബുദ്ധി. എന്താടി നിനക്കൊരു പുച്ഛം പോലെ? ദേ മനുഷ്യ, ഇത്രയും കാലം നിങ്ങൾ പറയണമെന്ന് കേട്ട് ഞാനിവിടെ നിന്നു. ഓരോ തവണ നിങ്ങൾ ഓരോ കളികൾ കളിക്കുമ്പോഴും ഓരോ കള്ളങ്ങൾ കാണിക്കുമ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരു ദിവസം അപകടത്തിലാവുമെന്ന്. അപ്പോഴൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഹോ, ഒന്നും പേടിക്കണ്ട ശ്രീകലെ, എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? നമ്മുടെ മോളെ അവരവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് സമാധാനമായോ? ശ്രീകലെ, എടി, പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ തളരാൻ പാടില്ല. അതിനെ എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ ശരി, ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതാ. അല്ല, അത് പിന്നെ എടി നീ എനിക്ക് കുറച്ച് സമയം എന്താ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ തെളിഞ്ഞു വരും. അപ്പോൾ ദേവി പറയാണ്, ഒന്നും ആലോചിക്കില്ല, നിങ്ങൾ ആരും ഒന്നും ആലോചിക്കണ്ട. എൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഇനി ഇടപെടുകയും വേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എടി, നീ ഇനി എന്ത് ചെയ്യാനാ? നീ കരഞ്ഞ് നിലവിളിച്ചിട്ടും നിന്നെ ആ വീട്ടിൽ ആരെങ്കിലും തിരിച്ചു കയറ്റിയോ? ഇല്ലല്ലോ. ഇനി നീ ദേവമംഗൽ തിരിച്ചു കയറണമെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. മുമ്പ് ആനന്ദ് നിന്നെ പുറത്താക്കിയതല്ലേ, ഓർമ്മയുണ്ടോ? അവസാനം ബുദ്ധിപൂർവ്വം നിന്നെ അച്ഛൻ തിരിച്ചെത്തിച്ചില്ലേ? അപ്പം തന്നെ ശ്രീകല പറയാട്ടോ, അന്നത്തെ സാഹചര്യം ഇങ്ങനെയല്ലായിരുന്നു, അത് വേറെയായിരുന്നു. ദേവി ഗർഭിണി ആയതുകൊണ്ട് മാത്രമാണ് അന്ന് ആനന്ദ് ക്ഷമിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോയത്. വിഷക്കുപ്പിയും കൈ പിടിച്ചു ഇരുന്നത് നിങ്ങൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ മറന്നുപോയോ? എന്നിട്ട് ഒരു ഉളുപ്പില്ലെന്ന് പറയുന്ന കേട്ടില്ലേ, ബുദ്ധി പ്രയോഗിച്ചെന്ന്. നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, എന്തോ തന്ത്രം മെനഞ്ഞു നിങ്ങൾ ദേവിയെ കയറ്റുമെന്ന്. അത് നിങ്ങൾ എന്നോട് പറ. ഇല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എൻ്റെ മോള് എങ്ങനെ ദേവമംഗലത്ത് തിരിച്ചെത്തും അതുമാത്രം നീ ഇപ്പം അറിഞ്ഞാൽ മതി. ഞാൻ അവളെ കയറ്റിയിരിക്കും. ദേവിക്ക് ദേഷ്യം വരും കേട്ടോ. മതി, നിർത്ത്. നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് എൻ്റെയും എൻ്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. സ്ത്രീകളെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ വീട്ടുകാരോ? ആരാടി നിൻ്റെ വീട്ടുകാർ? ഞാനും നിൻ്റെ അച്ഛനും വിദ്യയും ഞങ്ങളാണ് നിൻ്റെ വീട്ടുകാർ, അല്ലാതെ ദേവമംഗലത്തുള്ളവരല്ല നിൻ്റെ വീട്ടുകാർ. അങ്ങനെ പറയല്ലമ്മേ. എടി, നീ സ്വന്തം വീടിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച നീ ആ വീട്ടിനല്ലേ? എന്നെക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും ഒക്കെ നിനക്കുള്ളത് ആരോടായിരുന്നു? ഗോമതിയോടല്ലേ? നിൻ്റെ ബാലച്ചനോട് നിനക്ക് എന്തോ ഒരു ബഹുമാനമായിരുന്നു. ആ വീട്ടിലെ ഓരോരുത്തരെയും നീ നിൻ്റെ സ്വന്തം രക്തത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചില്ലേ? എന്നിട്ടോ എന്തായി? ഇന്ന് നീ ഓരോരുത്തരുടെയും കാല് പിടിച്ച് കരഞ്ഞില്ലേ? അനിയന്മാരുടെ കാല് പിടിച്ചു, അനിയത്തിമാരുടെ കാല് പിടിച്ചു, അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരോടും നീ യാചിച്ചില്ലേ? ഒരാളെങ്കിലും ഒരൊറ്റൊരാളെങ്കിലും നിൻ്റെ ഭാഗത്ത് നിന്നോടി? നിനക്ക് വേണ്ടി പറഞ്ഞോ, ദേവിയോട് നിൽക്കട്ടെ, ദേവി എടുത്തേ പറഞ്ഞു വിടണ്ട എന്നാരെങ്കിലും പറഞ്ഞോടി? അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയന്മാരെയും അനിയത്തിമാരെയും ഒന്നും കുറ്റം പറയരുത്. അവരുടെ ഭാഗത്ത് ശരിയുണ്ട്. ആ ശരിയുള്ളതുകൊണ്ടാണ് അവരെന്നെ അത്രയ്ക്ക് വിശ്വസിച്ചതാണ്. ആ വിശ്വാസം തകർത്തത് ഞാനല്ലേ? മതിയടി, നിർത്തടി. നീ കൂടുതൽ വലിയ കാര്യമൊന്നും സംസാരിക്കണ്ട. നീ അവരുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. നീ അവരെ സ്നേഹിച്ചതിൻ്റെ പകുതിയെങ്കിലും നിന്നെ അവർ സ്നേഹിച്ചോ? എങ്കിൽ പിന്നെ നീ ഇവിടെ വന്നിരിക്കത്തില്ലായിരുന്നല്ലോ. ഇതുവരെ തീരുമാനങ്ങൾ എടുത്തത് നിൻ്റെ അച്ഛനാണ്. ഇങ്ങേരുടെ ബുദ്ധി അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ബുദ്ധിയുടെ എല്ലാത്തിൻ്റെ ഫലങ്ങൾ നമ്മളിപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ മോള് പെരുവഴിയിലായി. ഇനി നിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനായിരിക്കും. സ്ത്രീകളെ എന്ന് പറഞ്ഞ് ഉദയഭാനെ വിളിക്കുക കേട്ടോ. അപ്പോൾ സ്ത്രീകളെ തിരിച്ച് പറയണത്, മിണ്ടിപ്പോവരുത് നിങ്ങൾ. ഇത്രയും കാലം നിങ്ങൾ പറയുന്നതിന് മറുത്തൊരക്ഷരം പറയാതെ എല്ലാം അനുസരിച്ച് നിന്നു ഞാൻ. പക്ഷേ ഇനി അത് വേണ്ട. എന്നിട്ട് സ്ത്രീകൾ അവിടുന്ന് ചാടി എണീറ്റിട്ട് പറയണം, ഇന്ന് നമ്മൾ അനുഭവിച്ച ആ ഒരു അപമാനം ഉണ്ടല്ലോ, അത് ഈ സ്ത്രീകളെ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ മോളെ ഞാൻ അവിടെ തന്നെ തിരിച്ചെത്തിക്കും. മഹാറാണിയെപ്പോലെ തന്നെ അവിടെ ഞാൻ ജീവിച്ചിരിക്കും. ദേവമംഗലത്തുകാർ ഇതുവരെ കണ്ടത് നിങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ സ്ത്രീകല വലിയ വീം പഠിക്കാട്ടോ. ഇനി അവർ കാണാൻ പോകുന്ന ഈ സ്ത്രീകളുടെ മറ്റൊരു മുഖം തന്നെയായിരിക്കും. ആ മുറ്റത്ത് വെച്ചേ ഞാൻ വെറും വാക്കല്ല പറഞ്ഞത്. എൻ്റെ മോൾ ആ മുറ്റത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അപമാനവും കണ്ണീരും ഒക്കെ ഞാൻ അവർക്കും കൊടുത്തിരിക്കും. എന്നിട്ട് ഈ സ്ത്രീകല അടങ്ങും എന്ന് പറഞ്ഞ് കണ്ണ് മെഴിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
ഇത്രയൊക്കെ വാശിയും വൈരാഗ്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? അതും കണ്ടുകൊണ്ട് ദേവിയും ഉദയഭാനും അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അവർക്ക് കിട്ടിയ അപമാനം അവർ വലിയ കാര്യമായിട്ട് പറയുന്നു. തിരിച്ച് ഇവർ കാരണം ദേവമംഗലത്ത് അവർക്ക് എന്തുമാത്രം അപമാനം ഉണ്ടായി, അത് അവർ വെളിയും മിണ്ടുന്ന പോലും ഇല്ല കേട്ടോ. ബാലനാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും വീടിൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് പേര് ബാലനെ കാണാണ് കേട്ടോ. സ്ത്രീകൾ ബാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, ബാലേട്ട മരുമകൾ പിണങ്ങി പോയില്ലേ? ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിണങ്ങിപ്പോയോ? ആ, ഞങ്ങൾ അറിഞ്ഞു. അല്ല ബാലേട്ട, ഈ ആനന്ദ് മദ്യപാനമൊക്കെ എന്നാ തുടങ്ങിയത്? ആനന്ദിൻ്റെ മദ്യപാനം കാരണമാണ് മോളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് ആ കൊച്ചിൻ്റെ അച്ഛൻ നാട്ടുകാരോട് എല്ലാവരും പറയണുണ്ടല്ലോ. ഇങ്ങനെ കുടിച്ചൊന്നും നശിക്കില്ലെന്നും ആനന്ദിനോട് പറയണേ. ആനന്ദിൻ്റെ ഭാര്യ ഒരു തങ്കക്കുടം പോലത്തെ ഒരു പെണ്ണല്ലെന്നില്ലേ? ആനന്ദിന് കുടിയനായതുകൊണ്ടല്ലേ ആ കൊച്ചിൻ്റെ തള്ളയും തന്തേനും വച്ച് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയത്? ബാലനാണെങ്കിലേ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ഇവരോടൊക്കെ എന്ത് പറയും? ബാലൻ നാണം കിട്ടും. അങ്ങ് നടന്നു പോകുമ്പോൾ ഇവരവിടെ നിന്ന് പരദൂഷണം പറയുകയാണ്. തങ്കം പോലത്തെ ഒരു പെങ്കൊച്ച്, അതിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകേണ്ട ഗതി വന്നല്ലോ. അതിന് ഈ കുടിയൻ്റെ അപമാനം ഇതൊന്നും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇവർ തിരിച്ച് വിളിച്ചുകൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. ബാലിന് വല്ലാത്തൊരു അപമാനമായി പോയിട്ടോ അതെല്ലാം. അങ്ങനെ ബാലൻ തല കുനിച്ച് നടന്ന് വീട്ടിലേക്ക് വരുവാണ്. വരുന്ന വഴിയിൽ മറ്റേ ഒരു ചായക്കട നടത്തിയിരുന്ന ഒരാളുണ്ടല്ലോ, ഉദയഭാനുവിൻ്റെ യഥാർത്ഥ സത്യം, ഉദയഭാനു ഒരു ഫ്രോഡാണെന്നൊക്കെ ബാലനോട് പറഞ്ഞ് അയാളെ വഴിയിൽ വെച്ച് കാണാൻ കേട്ടോ. അപ്പോഴാണ് അയാൾക്കത് ഓർമ്മ വരുന്നത്. ഇയാളാണല്ലോ അയാളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, അതെ എൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചിലരെ അയക്കുമല്ലോ, അതുപോലെ നിങ്ങളെയാണ് എൻ്റെ മുന്നിൽ അയച്ചത്. അന്ന് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തി പരിഹസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയതിനൊക്കെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തൊഴുവാട്ടോ അയാളുടെ മുന്നിൽ നിന്ന്. അങ്ങേരാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോണേന്ന് പറഞ്ഞുകൊണ്ട്. ബാലന് ഇപ്പോഴാണല്ലോ കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുകന്യയുടെ അടുത്ത് ധർമ്മം ചെന്ന് പറഞ്ഞിട്ടുണ്ട്, സുകന്യ ഞാനാണെങ്കിൽ ഒന്ന് അപ്പുറത്ത് എനിക്കൊന്ന് ദേവമംഗലം വരെ പോകണം കേട്ടോ എന്ന്. സുകന്യയ്ക്ക് ദേഷ്യം വരിക. എന്തിനാ ഇപ്പോൾ അവിടെ പോകുന്നത്? ഉടനെ അച്യുതനും വരുവാണ്. അച്യുതനോട് പറയാം, അതേ ദേവമംഗലത്ത് സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ധർമ്മൻ പറയുന്നുണ്ട്, അതെ അതൊന്നും ശരിയാകത്തില്ല, എനിക്കവിടെ പോകണം, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞതല്ലേ, ഒരു സമാധാനത്തിന് വേണ്ടി. പിന്നെ പൈസ മോഷ്ടിച്ചെന്നും കള്ളനാണെന്നും പറഞ്ഞ് അവിടുന്ന് അടിച്ചിറക്കി വിട്ടതും പോരാ, ഇനി എന്തിനാടാ ചെന്ന് കയറുന്നത്? എടാ മണ്ട, നീ മണ്ടനായതുകൊണ്ടാണ് നിൻ്റെ അവകാശങ്ങളെല്ലാം അടിച്ചെടുത്തതും നിന്നെ മുതലാക്കിയതൊക്കെ നിൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ്. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക, വീണ്ടും കൊണ്ട് പുലിമടയെ കൊണ്ട് തല വയ്ക്കാൻ പോവുകയാണോ? നിന്നെ അവിടുന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ധർമ്മ? അങ്ങനെയല്ല, ഞാൻ അലയനെ കാണാനൊന്നും അല്ല, ഞാൻ ആനന്ദിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇട ധർമ്മ, അവിടെയുള്ള ആനന്ദവും ആകാശവും ആര്യനും എല്ലാം പറഞ്ഞു വരുമ്പം ഒരു ബാലന്മാർ തന്നെ വിഷയങ്ങളാ എല്ലാം. കൃഷ്ണമംഗലത്തിനിട്ട് പാര വയ്ക്കുന്നവരാ എല്ലാവരും. ആമാർ മൂന്നും കൂടി എത്ര പ്രാവശ്യമാണ് അലോകനെ തല്ലി ചതച്ചത്. ദേവമകത്ത് നീ പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ അനിയനായിട്ടൊന്നും കണക്കാക്കൂല, പറഞ്ഞാട്ടല്ലോ. ഇല്ലാത്ത കാശുണ്ടാക്കി നിനക്കൊരു കടയിട്ട് തരാൻ പോകുന്നത്. നീയും സുകന്യ കൂടെ ആ ബിസിനസ് വളർത്തണം, എന്നിട്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു വ്യാപാരിയാക്കണം. അതാണ് എൻ്റെ സ്വപ്നം. അത് നടത്തിയെടുക്കണമെങ്കിൽ ഉള്ളിലൊരു മത്സര ബുദ്ധി വേണം, മനസ്സിലായോ? ഒരു ശത്രു ഉണ്ടെങ്കിൽ അവനേക്കാളും വലുതാവണമെന്ന് തോന്നേണ്ടി വരും. എൻ്റെയും നിൻ്റെയൊക്കെ ശത്രു ദേവമംഗലമാണ്. അപ്പോൾ ദേവമംഗലത്തിൻ്റെ മുകളിലെത്താൻ വേണ്ടി നീ പരിശ്രമിക്കണം, മനസ്സിലായോടെ ധർമ്മ? ഉടനെ സുകന്യയ്ക്ക് സന്തോഷമായി. സുകന്യ എന്ന് പറയല്ലേ, ധർമ്മേട്ടന് വേണ്ടി ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഏട്ടനെ കിട്ടിയത് സകല ദൈവങ്ങളോട് ധർമ്മേട്ടൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ശരി, നിനക്ക് ആനന്ദിനെ കാണാൻ പോകണോ? പറയടാ. വേണ്ട, എനിക്കാരെയും കാണാൻ പോകണ്ട എന്നും പറഞ്ഞ് ധർമ്മൻ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ആനന്ദ് അവിടെ വല്ലാത്ത സങ്കടത്തിൽ മുറ്റത്ത് മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആകാശവും ആര്യനും കൂടെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിട്ട്, ഏട്ടൻ ഇങ്ങനെ ഇരിക്കരുത്, എനിക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് മാറി നിന്ന് കണ്ണൊക്കെ തുടയ്ക്കുകയാണ്. നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? അവൾ പോയതുകൊണ്ടാണോ? ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു ഏട്ടൻ കരുതുന്നുണ്ടോ? അവസാനിക്കുന്ന പിന്നെ ഉദയഭാൻ്റെ സ്വാധീനം വെച്ചിട്ട്, അയാളുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അയാൾ അടങ്ങിയിരിക്കത്തൊന്നുമില്ല. അയാളുടെ സ്വഭാവം വെച്ചിട്ട്, സ്വാധീനമൊന്നുമല്ല. അപ്പോൾ ആണിത് പറയണം, അയാളുടെ സകല കളികളും എനിക്ക് മനസ്സിലായി. ഇനി എന്നെ പറ്റിക്കാൻ അയാൾക്കോ അയാളുടെ മക്കൾക്കോ പറ്റത്തില്ല. ഏട്ടൻ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം സഹിച്ചത്? അത് ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം വരുന്നത് എന്നിങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീണ്ടും ആനന്ദ് പറയുന്നുണ്ട്, സത്യങ്ങൾ അറിയണ നിമിഷം തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തകർന്നു പോകുന്ന എനിക്കറിയായിരുന്നു. അവരൊന്നും അറിയരുതെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ എൻ്റെ അച്ഛൻ വിഷമിക്കരുതെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷേ നമ്മുടെ മാമനും കൂടെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ സാധ്യതയുള്ളപ്പോൾ ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഇനി ഇവരിവിടെ നിൽക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ധർമ്മം വെളിയിൽ നിൽക്കുന്നത് ഇവർ കാണാം. മാമാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് വിളിക്കട്ടോ. എന്നിട്ട് ധർമ്മനോട് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്, ആനന്ദ് മാമ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചു. മാമ നിരപരാധിയാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. മാമൻ തിരിച്ചു വരാൻ. അപ്പോൾ
ധർമ്മൻ പറയുന്നത് അത് ശരി, അപ്പം ഞാൻ നിരപരാധിയാണെന്ന് നീ തെളിയിച്ചു അല്ലേ? അതെ മാമ, ഞാൻ തെളിയിച്ചു. അപ്പോൾ ഞാൻ പൈസ മോഷ്ടിച്ചില്ല എന്ന് വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾക്കെല്ലാം തെളിവ് വേണമായിരുന്നു അല്ലേ? മാമ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഒന്നും വേണ്ട, ഒന്നും പറയണ്ട. അപ്പോഴാണ് ഗോമതി അവിടെ നിൽക്കുന്നത് കേട്ടോ. ഗോമതിയോട് ചോദിക്കുന്നുണ്ട്, തെളിവ് കിട്ടിയല്ലോ അല്ലേ? ഇപ്പം മനസ്സിലായല്ലോ ധർമ്മൻ ആരുടെയും 10 പൈസ മോഷ്ടിച്ചിട്ടില്ല എന്ന്. ധർമ്മ എന്ന് വിളിക്കുമ്പോഴേ വേണ്ട, ധർമ്മൻ എന്ന് വിളിച്ചാലേ എന്തോ ചേച്ചിന്ന് ഓടി വരുന്ന ഒരു ധർമ്മൻ ഉണ്ടായിരുന്നു. അന്ന് മണ്ടനായിരുന്നു ഞാൻ, പക്ഷേ അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല. എടാ ആനന്ദേ, ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അത് തെളിയിക്കാൻ ഇറങ്ങി എന്തിനടാ നീയായിട്ട് നിൻ്റെ ജീവിതം നശിപ്പിച്ചത്? വേണ്ടായിരുന്നടാ എന്ന് വീണ്ടും ധർമ്മൻ പറഞ്ഞിട്ട് തിരിഞ്ഞ് ഒറ്റ പോക്ക് പോയി. ഇവർ മാമ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ദേവമംഗലത്തിന് പടിയിറങ്ങുമ്പോൾ ഒരാൾ പോലും എന്നെ ഒന്നും വിശ്വസിച്ചില്ലല്ലോ എന്ന വേദനയോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ദേവി ഞാൻ ന്യായീകരിക്കുകയോ അവളുടെ ഭാഗം പറയുകയല്ല. അവളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ശരി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് എൻ്റെ സംശയമായിരിക്കും. എനിക്ക് വലിയ ബുദ്ധിയും ബോധവും ഒന്നും ഇല്ലെങ്കിലും ഞാൻ പറയും, അത്രയേ ഉള്ളൂ. പിന്നെ ദേവിയെ പറഞ്ഞു വിട്ടത് ശരിയായില്ലെന്ന് പറയാതെ പറഞ്ഞു ധർമ്മൻ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും കൂടെ ചേർന്നിട്ട് ആഹാരമൊക്കെ കൊണ്ടുവന്ന് ദേവിക്ക് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ദേവി ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ദേവിയോട് സമാധാനപ്പെടുത്തുന്ന, മോളെ ഒക്കെ ശരിയാവും, സമാധാനപ്പെടും, നിങ്ങളിനി മിണ്ടി പോവരുത് നിങ്ങൾ. അതെ, ഒരിക്കലും ഇനി ഞാൻ തിരിച്ച് അവിടെ എത്തുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷേ ഇതുപോലെ എൻ്റെ ജീവിതം അവസാനിച്ചത്, ഒരിക്കൽ ഇതുപോലെ എൻ്റെ ജീവിതം അവസാനിച്ചതെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഗതിയില്ലാതെ തിരിച്ചെത്തിയതാണ്. അവിടുന്ന് ദൈവമായിട്ടാണ് എന്നെ ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്, മനസ്സിലായോ? എന്നിട്ട് അപ്പോഴെങ്കിലും മാറുമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ അച്ഛനും അമ്മയും. മോളെ അതിനുശേഷം ഞാൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. അച്ഛന് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ നന്നായി മോളെ, സത്യമാണ്. അച്ഛൻ നന്നായോ? നല്ലവനായി അല്ലേ? വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് നിങ്ങൾക്ക്? അച്ഛൻ ഒറ്റൊരാൾ കാരണമല്ലേ ആ മാമൻ ആ ദേവമംഗലം വീട് വിട്ട് പോകേണ്ടി വന്നത്. ചങ്ക് പൊട്ടിയാണ് ആ ദേവമംഗലത്തിൽ നിന്ന് ആ മനുഷ്യനെ ഇറങ്ങിപ്പോയത്, അറിയോ? ആ മനുഷ്യൻ്റെ കണ്ണീരാ എന്നെ ഇവിടം വരെ എത്തിച്ചത്. നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ ഇത്രയൊക്കെ പറയാൻ? നിങ്ങളെ ഓർത്തിട്ട് നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? എനിക്കിനി വയ്യ. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഇനി എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ദൈവമുണ്ട്, അതാണ് ഈ ശിക്ഷയെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് കിട്ടുന്നത്, മനസ്സിലായോ? നിങ്ങൾ ചെയ്ത എല്ലാ ദ്രോഹത്തിനുമാണ് ഇപ്പം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. മാമൻ ഞങ്ങളുടെയൊക്കെ മുന്നിൽ എത്രമാത്രം അപമാനിക്കപ്പെട്ടോ, അതിൻ്റെ ഇരട്ടിക്കായിട്ട് ആ മുറ്റത്ത് വെച്ച് നമ്മൾ അപമാനിക്കപ്പെട്ടില്ലേ? അത് ദൈവം തന്ന ശിക്ഷയാണ് എന്ന് ദേവി വളരെ സങ്കടത്തോടു കൂടി പറയാട്ടോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അതിൻ്റെയൊക്കെ പ്രവൃത്തിക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. മോളെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമത്തിൽ ഒരു അബദ്ധം അച്ഛന് പറ്റിയതാണ്. മിണ്ടിപ്പോവരുത് നിങ്ങൾ, ഇനി ഒരു ഒറ്റ അക്ഷരം മിണ്ടിപ്പോരുത്, ഇറങ്ങിപ്പോ, 2 എണ്ണം ഇറങ്ങി പോകാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് പറഞ്ഞയക്കാട്ടോ. താഴെ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ കോളിംഗ് ബെല്ല് കേൾക്കാണ്. ശ്രീകല പേടിച്ച് പറിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ആരാ വന്നതെന്ന് എനിക്കറിയില്ലല്ലോ, പോയി നോക്കാമെന്നും പറഞ്ഞ് ഇവർ രണ്ടും കൂടെ താഴേക്ക് പോവാണ് കേട്ടോ. ദേവിയാണ് ഈ കരഞ്ഞ് തകർന്ന് അവിടെ ഇരിക്കാനുള്ളത്. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.